പറമ്പിൽ പച്ചപ്പുല്ലിൻ പ്രാണനിൽ കൂത്താടുന്ന പശുക്കുട്ടിയും പാൽ വെളിച്ചവും വറ്റിപ്പോകെ എന്നുള്ള വരികൾ എഴുതിയ അതേ ചുള്ളിക്കാട് തന്നെയാണ് ഇപ്പോൾ തോട്ടിയിൽ. അപ്പോൾ കൊച്ചി നീരുവെച്ച് പൊങ്ങിയ കാലുകളോടെ കവച്ചു നിന്ന് ലോറൻസ് ചേട്ടനെ പെറ്റു, അമറിക്കൊണ്ട് ലോറൻസ് ചേട്ടനെ പെറ്റു എന്നെഴുതിയത്. മാധവിക്കുട്ടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി സ്നേഹിക്കപ്പെട്ടിരുന്നെങ്കിൽ, കുറച്ചുകൂടി ലാളിക്കപ്പെട്ടിരുന്നെങ്കിൽ മാധവിക്കുട്ടി ഇങ്ങനെ എഴുതുമായിരുന്നില്ല. ഒരു പൂച്ചയെ പോലെ എവിടെയെങ്കിലും ലാളന അനുഭവിച്ച് ചുരുണ്ട് കിടന്നേനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നേക്കാൾ നിസ്സഹായനായിട്ടുള്ള ഒരു ദൈവമാണ് എന്നോടൊപ്പം ഉള്ളത്. എൻ്റെ കവിതകളുടെ ആകെത്തുകയും അതുതന്നെയാണ്. കവിത വായിച്ചിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ ഇനി വായിക്കുമ്പോഴറിയാം. നാലണക്കൊരു പിഞ്ചുകുഞ്ഞിനെ നാണി വിറ്റതാണ് ഇന്നലെ, ആറണക്കിനി നിന്റെ കുഞ്ഞിനെ ആര് വാങ്ങും ഈ ചന്തയിൽ. ഇതിനൊക്കെ പറയുന്നത് മാനവികതയാണ്. ആശയത്തെ എങ്ങനെ ഉള്ളിലിരിക്കുന്ന ഒരു അവ്യക്തതയെ എങ്ങനെ പ്രതിഫലിപ്പിക്കാം എന്നുള്ള ഒരു നെട്ടോട്ടം മാത്രമാണ് രചനയുടെ വേളയിൽ കവിത എന്ന് പറയുന്നത്. പരിപാടിക്കുള്ളിൽ എൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് മോഡറേറ്ററാണ്. പക്ഷേ ഇടയ്ക്ക് ഇടപെടുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അതിലേക്ക് കടന്നു നിന്നുകൊണ്ട് പറയുകയോ ചെയ്യേണ്ടാത്ത രീതിയിൽ തന്നെ വ്യക്തമായിട്ട് തങ്ങളുടെ ശബ്ദങ്ങളെ മലയാള കവിതയിൽ അറിയിക്കുകയും എന്താണ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം കവിതയും കവിത എഴുത്തും എന്ന് സുവ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നവരുമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ആ ഒരു കേൾവിയിലേക്ക് തന്നെ കടക്കാം എന്ന് തോന്നുന്നു. വളരെ വൈയക്തികമായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള ഒരനുഭവം തന്നെയാണ് ഇവിടെയുള്ള മറ്റ് ആരെയും പോലെ എനിക്കും കവിത. ഒരു നിയോഗം പോലെയൊക്കെ കവിതയിൽ എത്തിപ്പെട്ട ആളാണ് ഞാൻ. വളരെ വൈകിയാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം കവിതാ സമാഹാരം 2015 പബ്ലിഷ് ചെയ്തത്. അതാണ് ഒരു മാനദണ്ഡം എങ്കിൽ. അങ്ങനെയാണ് കവിത എഴുതുന്നത്. കവിത എഴുതാനൊരു പ്രത്യേക സ്ഥലമുണ്ടോ? ഇതിനൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. കവിത വരുമ്പോൾ അത് സംഭവിക്കാനുള്ളതാണെങ്കിൽ അതങ്ങ് സംഭവിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. 24 മണിക്കൂറും കവിയായിട്ടുള്ള ഒരാളുമല്ല ഞാൻ. മറ്റ് പലതുമാണ്. വീട്ടിലും ജോലിയായിട്ടുമൊക്കെ ഒരു സമയം പല കാര്യങ്ങളിൽ വ്യാപരിക്കുകയും അപ്പോഴൊക്കെയും കവിയല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ. കവിതയുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിഷയം എത്രയോ വർഷം പഠിപ്പിക്കുകയും അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും ചെയ്ത ഒരാൾ. എന്നിട്ടും കവിത വിട്ടുപോയില്ല എന്നുള്ളതാണ് കവിതയെക്കുറിച്ച് എനിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷവും ചിലപ്പോഴൊക്കെ അഭിമാനവും. പലപ്പോഴും ഒരു ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ, എന്തിനെങ്കിലും പിടിച്ചു നിൽക്കണം എന്ന് തോന്നുമ്പോൾ ഉള്ളിലൊരു കവിത ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷയാണ് എന്നെ അപ്പോൾ പിടിച്ചു നിർത്തുന്നത്. ആ ഒരു പ്രതീക്ഷ ഇല്ലെങ്കിൽ ഒരു പക്ഷേ എന്നോ ഞാൻ മറ്റൊരാളായി പോയണേ. ആ എഴുതുന്നതിൻ്റെ മേന്മയോ നിലവാരമോ ഒന്നുമല്ല. ഒരു കവിത സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു പ്രതീക്ഷയാണ്. അതെന്നോ മുതലുണ്ടായിരുന്നു. എഴുതിയോ എഴുതിയില്ലേ എന്നുള്ളതല്ല, അതിനുള്ളൊരു സാധ്യത മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ കവിത എഴുതുന്നതിനേക്കാൾ പ്രസിദ്ധീകരിക്കുന്നതിനേക്കാളൊക്കെ എനിക്ക് ഇപ്പോഴും ആശ്വാസം തരുന്നൊരു കാര്യം. മാധവിക്കുട്ടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി സ്നേഹിക്കപ്പെട്ടിരുന്നെങ്കിൽ, കുറച്ചുകൂടി ലാളിക്കപ്പെട്ടിരുന്നെങ്കിൽ മാധവിക്കുട്ടി ഇങ്ങനെ എഴുതുമായിരുന്നില്ല. ഒരു പൂച്ചയെ പോലെ എവിടെയെങ്കിലും ലാളന അനുഭവിച്ച് ചുരുണ്ട് കിടന്നേനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാര്യത്തിലും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, മറ്റൊരു ബാല്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ, മറ്റൊരു തരം ജീവിതമാണ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ എൻ്റെ ഏകാന്തതയെ മറികടക്കാൻ വീട്ടിലും പരിസരത്തും ധാരാളം ആളുകളും ധാരാളം കൂട്ടുകാരികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ കവിതയുടെ ആ ഒരു ആദ്യത്തെ ഒരു
ഒരു തുരുമ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു തുടക്കം ഒരു പക്ഷേ ഞാനൊക്കെ കടന്നു പോന്നിട്ടുള്ള ഒരു ഏകാന്ത ബാല്യം തന്നെയായിരിക്കണം. അന്നത്തെ ഏകാന്തതയെ വേറെ ഏതെങ്കിലും തരത്തിൽ മറികടക്കാനാവുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കവിതയിൽ എത്തിപ്പെടുമായിരുന്നില്ല. അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൃത്യമായ വഴികളിലൂടെ നിർണ്ണയിക്കപ്പെട്ട ഒന്നുമല്ല കവിത. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കൃത്യമായിട്ട് എനിക്കറിയാം എന്തുകൊണ്ട് അതിങ്ങനെ. പക്ഷെ കവിതയെക്കുറിച്ച് ഇപ്പോഴെനിക്ക് പറയാൻ പറ്റില്ല. നാളെയും മറ്റന്നാളും ഒന്നും എങ്ങനെ ഒരു കവിത സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് കവിത എഴുതൽ എൻ്റെ മാത്രം കാര്യമാണല്ലോ. കവിതയെക്കുറിച്ച് പറയാൻ ഞാനും കേൾക്കാൻ ഒരുപാട് ആളുകളും. അപ്പം അതുകൊണ്ട് കൃത്യമായി പറയാനായില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതാണ് എൻ്റെ കവിതയുടെ ഒരു വഴികളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും അനുഭവവും. ഏകദേശം അതുപോലെയോ അല്ലെങ്കിൽ വ്യത്യസ്തമായതോ ആയ അനുഭവങ്ങളായിരിക്കും ഇവിടെ എല്ലാവർക്കും. നമുക്കിനി അടുത്തതായിട്ട് റോസി തമ്പിയെ കേൾക്കാം. ടീച്ചറുടെ ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട് റോസി ടീച്ചർ പല രീതിയിൽ എനിക്ക് അറിയുന്നതാണ്, കേരളവർമ്മ കാലം തുടങ്ങി അറിയുന്നതാണ്. അപ്പോൾ പിന്നീട് ഒരു സ്ത്രൈണാത്മീയത എന്നുള്ളൊരു വാക്കിനോട് അല്ലെ, അത് ഒരു വാക്കിനോട് കോയിൻ ചെയ്തതുപോലെയാണ്, രണ്ടും കൂടിച്ചേർന്ന് നാണയപ്പെട്ടതുപോലെയാണ് പലപ്പോഴും റോസി ടീച്ചറുടെ എഴുത്തും കവിതയും ഒക്കെ പിന്നീട് മലയാള സാഹിത്യത്തിൽ വന്നു ഭവിച്ചത്. പക്ഷേ ഞാൻ ഇടക്കാലത്ത് ടീച്ചറുടെ ആത്മകഥാപരമായ കുറിപ്പുകൾ ഒക്കെ വായിക്കുകയായിരുന്നു. ഇപ്പം നമ്മളിവിടെ ഇരുന്നപ്പോൾ മച്ചാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിലെ ഒരു കഥ, അത് കഥയാണോ ആത്മകഥയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, കവിത പോലെ മനോഹരമായ ഗദ്യത്തിൽ എഴുതപ്പെട്ടതാണ് അത്. ഒരു ആടുകളുടെയൊക്കെ ഒരു കഥ പറയുന്ന, അതിൻ്റെ തലക്കെട്ട് ഞാൻ മറന്നുപോയി, ത്രേസ്യക്കുട്ടി, അതെ, ആടുകളും ഒക്കെ വരുന്നത്. അപ്പം അത് വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു എഴുത്താണ്. അതായത് എഴുത്തിൽ വളരെയധികം വ്യത്യസ്തതകളും കലർപ്പുകളും പല ഫേസ് സെറ്റുകളെന്ന് നമ്മൾ പറയുമല്ലോ, പല മുഖപ്പുകളുമുള്ള ഒരു എഴുത്ത്. പക്ഷേ തീർച്ചയായിട്ടും അത് വായനയിൽ വന്നു ഭവിക്കുന്ന ഒരു പരിമിതി കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൈവഴിയിലേക്ക് അവർ അടയാളപ്പെടുന്ന ഒരു രീതി. അപ്പോൾ അത്രയും വിപുലമായ എഴുത്തിൻ്റെ, പല രീതിയിലുള്ള എഴുത്തിൻ്റെ ഉടമയായ റോസി ടീച്ചറെ നമുക്കിനി അടുത്തതായിട്ട് കേൾക്കാം. നമസ്കാരം. എഴുത്തിൻ്റെ വഴിയിലേക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാള സാഹിത്യം പഠിച്ചതുകൊണ്ടായിരിക്കാം സാഹിത്യത്തോട് ഇഷ്ടം വന്നതും അങ്ങനെ ആ വഴിയിലേക്ക് വന്നതും. അക്കാദമിക് പഠനങ്ങളായിരുന്നു എനിക്ക് താല്പര്യം. 94 ഡോക്ടർ സുമാർ അഴീക്കോടിൻ്റെ കീഴിൽ ഗവേഷണം പൂർത്തിയാക്കിയപ്പോൾ മലയാള ഗദ്യത്തിൻ്റെ വികാസ പരിണാമങ്ങളിൽ ബൈബിൾ വിവർത്തനങ്ങളുടെ സ്വാധീനം എന്നുള്ളൊരു വിഷയം, അക്കാലത്ത് അത് ആദ്യമായിട്ട് പഠിക്കപ്പെടുന്നൊരു വിഷയമായിരുന്നു. കാരണം ബൈബിൾ എന്ന് പറയുന്നത് പള്ളിയിൽ അച്ഛനോ കന്യാസ്ത്രീയോ ഒക്കെ വായിക്കേണ്ട ഒരു പുസ്തകമായിട്ട് മാത്രം കരുതപ്പെട്ടിരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഇതെന്തിനാണ് ഇങ്ങനത്തെ വിഷയമൊക്കെ പഠിക്കുന്നത്, മനുഷ്യർക്ക് ഉപകാരമുള്ള എന്തൊക്കെ വിഷയമുണ്ട് വേറെ പഠിക്കാൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചത് ഒരു കത്തോലിക്ക വിശ്വാസമുള്ള കുടുംബത്തിലായതുകൊണ്ടാകണം ഞാൻ നിരന്തരം കേട്ടു പോകുന്നത് ബൈബിളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും പാട്ടുകളും ലുത്തിനിയകളുമായിരുന്നു. അപ്പോൾ എൻ്റെ കാവ്യ സംസ്കാരം എന്ന് പറയുന്നത് ബൈബിളിൻ്റെ സ്വരശീലമാണ്. കാരണം രാമായണം നിത്യം വായിക്കുന്നതോ ഭാഗവതം വായിക്കുന്നതോ കേൾക്കുന്ന സാഹചര്യത്തിലല്ല ഞാൻ വളർന്നിരുന്നത്. പിന്നീട് മലയാള സാഹിത്യം പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് മുഴുവൻ നമ്മൾക്ക് രാമായണവും മഹാഭാരതവും കഥകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ചും BA മലയാളമൊക്കെ മെയിൻ എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല അന്ന് മലയാള സാഹിത്യം എടുത്തത്. മലയാളം ഞാൻ പഠിച്ചിട്ടേ ഇല്ല, സംസ്കൃതമായിരുന്നു സെക്കൻഡ് ലാംഗ്വേജൊക്കെ പഠിച്ചത്. പക്ഷേ എൻ്റെ അപ്പനൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു, മകള് തൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. അപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച ഒരാൾ വേറെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് പുറത്ത് പോകുന്നുള്ള ഭയന്നിട്ടാണ് BSc കെമിസ്ട്രിക്ക് ചേർന്ന് എന്നെ കൊണ്ടുവന്ന് നിർബന്ധിച്ച് BA മലയാളത്തിന് ചേർക്കുന്നു. അപ്പം മലയാളംകാരോട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ പറയുന്ന ബഹുമാനമൊന്നും ഒന്നുമില്ല. സംസ്കൃത കവിതകളോട് സംസ്കൃത സാഹിത്യത്തോട് ഒക്കെ വലിയ ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും മലയാളം അത്രയൊന്നും കൊള്ളില്ല എന്ന് ഉള്ളിലിങ്ങനെ തോന്നിയിരുന്നൊരു കാലം കൂടിയാണ്. അങ്ങനെ 3rd ഇയർ വരെ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ കയറാതെ നടക്കുക, ഫയൽ കൊണ്ടുപോകുന്ന കാലമാണ് കോളേജിൽ. ഫയലിന്മേ ലിറ്ററേച്ചറിന് മാത്രം എഴുതുക.
അപ്പോൾ തെറ്റിദ്ധരിച്ചോട്ടെ ഇംഗ്ലീഷാണെന്ന്. കാരണം വിമലയിൽ ഇംഗ്ലീഷും ഉണ്ടെന്ന്. ഇംഗ്ലീഷിനാണ് സ്റ്റാൻഡേർഡ് കൂടുതലുള്ളത്. കാരണം ഒന്നും കിട്ടാത്തവരാണ് BA മലയാളത്തിന് ചേരുക. ഒരു കല്യാണ ക്ലാസ് പോലെയൊക്കെയാണ്. പക്ഷെ തേർഡ് ഇയർ ആയപ്പോഴേക്കും നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിറവേറ്റണം എന്നുള്ളത് എനിക്ക് ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ്. അങ്ങനെയാണ് അതിൽ ടോപ്പായിട്ട് അവിടെ നിന്ന് പോരുന്നു. കേരളോർമയിൽ വന്നപ്പോഴാണ് മലയാള സാഹിത്യത്തിന് ഒരു അന്തസ്സുണ്ടെന്നും മലയാള സാഹിത്യമാണ് മലയാളിയുടെ ജീവിതത്തെ നിലനിർത്തുന്നതെന്നും അല്ലെങ്കിൽ ഒരു ജീവവായു പോലെ മലയാള സാഹിത്യം എന്നിലേക്ക് കടന്നു വരുന്നതൊക്കെ. പിന്നീട് തമ്പിഭാഷ കൂടെ ജീവിക്കാനും കൂടെ തുടങ്ങിയപ്പോൾ സാഹിത്യം മാത്രമായി ജയദേവനത്തിൻ്റെ ലോകം. നിരന്തരം രാവും പകലും സാഹിത്യ ചർച്ചകൾ മാത്രമായി. പലതരത്തിലുള്ള ആളുകൾ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പണ്ട് മഹാരാജാസ് കോളേജിനെ കുറിച്ച് മുണ്ടശ്ശേരി പറഞ്ഞതുപോലെ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഞാഞ്ഞൂള് മുതൽ മൂർക്കമ്പാമ്പ് വരെയുള്ള എല്ലാ തരം ആളുകളും, എല്ലാ സാഹിത്യത്തിലെ എല്ലാ രംഗത്തുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും നിരന്തരം വരികയും കവിത ചർച്ച ചെയ്യുകയും സാഹിത്യം സംസാരിക്കുകയും പരദൂഷണം പറയുകയും ഒക്കെ ചെയ്യുന്നത് കേട്ട് ഒരു 10-15 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ കവിതയിലേക്ക് വന്നത്. അപ്പോഴെന്തെഴുതണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എഴുതുകയാണെങ്കിൽ അത് ബൈബിളിൻ്റെ സ്വരസാന്നിധ്യത്തിൽ മാത്രമായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം മറ്റൊന്നും എനിക്ക് അറിയില്ല എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് വളരെ എൻ്റെ അമ്മയുടെ മടിയിലിരിക്കുന്നത് പോലെ ഏറ്റവും സുഖമായിട്ട് പറയാൻ കഴിയുന്നത് ബൈബിളാണ്. അതുകൊണ്ട് ഇപ്പോൾ ബിലോടെ പറഞ്ഞ ഏറ്റവും ഒരു ആത്മകഥാപരമായൊരു കുറിപ്പാണ് ത്രേസ്യാക്കുട്ടിയുടെ ആടുകൾ എന്ന് പറഞ്ഞത്. ആ ത്രേസ്യാക്കുട്ടിയുടെ ആടുകളിൽ പോലും ഉള്ളത് ഈ പറയുന്ന ആടുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇമേജറി തന്നെയാണ്. അപ്പം കവിത എഴുതുന്നത് വളരെ വൈകിയാണ്. 40 വയസ്സ് കഴിഞ്ഞിട്ടാണ് കവിത എഴുതുന്നത്. അപ്പോൾ കവിതയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതൊരു സ്വാഭാവികമായൊരു പരിണാമമാണ്. കാരണം ഒന്നിൻ്റെയും നഷ്ടത്തിൽ നിന്നല്ല, അല്ലെങ്കിൽ ഒന്നും അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല കവിതയിലേക്ക് വന്നത്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ തികവിൽ നിന്നാണ് എന്ന് പറയാനാണ് എനിക്ക് സന്തോഷമുള്ളത്. അതുകൊണ്ട് ഞാനും എൻ്റെ ദൈവവുമായുള്ള സംഭാഷണം, ദൈവം എന്ന് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ദൈവം എന്ന് ഞാൻ സങ്കല്പിക്കുന്നത് എനിക്ക് തൊടാവുന്ന, കാണാവുന്ന, എനിക്ക് സംവദിക്കാവുന്ന, എൻ്റെ പരിമിതികൾ മുഴുവൻ മനസ്സിലാക്കുന്ന, എന്നെ ചേർത്ത് പിടിക്കുന്ന, എൻ്റെ കുറവുകളിൽ എന്നെ ഒരുമിച്ച് നിർത്തുന്ന അങ്ങനെ ഒന്നിനെയാണ് ഞാൻ ദൈവമായിട്ട് സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പോൾ ജീസസിനെ എനിക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. അതല്ലാതെ മരണശേഷം ചെന്ന് ചേരുന്ന ഒരു സ്വർഗത്തെക്കുറിച്ചുള്ളതല്ല എൻ്റെ ആത്മീയതയും എൻ്റെ മതബോധവും ദൈവബോധവും ഒന്നും തന്നെ. ഈ ജീവിതത്തിനെ എങ്ങനെ സുന്ദരമാക്കാൻ പറ്റും? നമുക്ക് ചുറ്റും ഇരുട്ടാണെങ്കിലും നമ്മളുടെ ഉള്ളിലുള്ള ഒരു വെളിച്ചം കൊണ്ട് നമുക്കതിനെ കാണാൻ കഴിയണം. ഇതാണ് വളരെ ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ബാലേന്ദ്രനൊക്കെ കവിതയിൽ പറയുന്നുണ്ട്, മുലയൂട്ടുന്ന ഒരമ്മയും ദൈവം നിന്ന കുഞ്ഞിനോട് പറയില്ല എന്ന്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അമ്മ പറഞ്ഞു തന്നിട്ടുള്ള, അല്ലെങ്കിൽ ആ കാലത്ത് കിട്ടിയിട്ടുള്ള ഒരു ബോധ്യം, നീ തനിച്ചല്ല. അതായിരുന്നു എന്നെ കവിതയിലേക്ക് എത്തിച്ചത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ജീസസിൻ്റെ ആ ഒരു വാക്ക്, ആ വാക്യമാണ് എല്ലായ്പ്പോഴും എനിക്ക് കൂട്ടായിട്ട് നിൽക്കുന്നത്. നീ തനിച്ചല്ല, ഞാനാണ് നിന്നോട് പറയുന്നത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അത്രയും തീവ്രമായിട്ട് ഒരു പ്രണയത്തിനും എന്നെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ചെന്നുപെടുന്ന പ്രണയങ്ങളെല്ലാം തന്നെ എനിക്കത്, ഞാൻ അവരിലൊക്കെ കാണുന്നത് എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ മനസ്സിലുള്ള ജീസസിനെയാണ്. അതുകൊണ്ട് എനിക്ക് കവിത എഴുതാൻ വലിയ പ്രയാസം ഉണ്ടാവുന്നില്ല. ഞാൻ എഴുതിയിരുന്ന നേരത്തെ പറഞ്ഞ ബൈബിളും മലയാളവും എന്ന ആദ്യത്തെ പുസ്തകം 1995 ഇറങ്ങുന്ന DC ബുക്സ് പ്രസിദ്ധീകരിച്ച എൻ്റെ തിസീസാണത്. ഇപ്പോഴും അത് ടെക്സ്റ്റാണ് മലയാള പഠിക്കുന്നവർക്ക്. MA മലയാളത്തിന് ഇപ്പോഴും അത് ടെക്സ്റ്റായിട്ടുണ്ട്. അപ്പം സാഹിത്യത്തിൽ ബൈബിളിൻ്റെ ഒരു സ്വാധീനം അന്വേഷിക്കുന്നതായിരുന്നു എൻ്റെ ആദ്യകാല ലേഖനങ്ങളൊക്കെ. പിന്നീടാണ് അത് പതുക്കെ സ്ത്രൈണ ആത്മീയത എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് എത്തിയത്. അത് ഇത്രയേ ഉള്ളൂ, ആത്മീയത സ്ത്രൈണമാണ്. ഞാനത് പഠിച്ചത് യേശുവിൽ നിന്നാണ്, അല്ലെങ്കിൽ സുവിശേഷത്തിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, ബൈബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ഏകദൈവ വിശ്വാസമാണ്. ആ ദൈവം തന്നെ പിതാവാണ്, ദൈവത്തെ തന്നെ പുരുഷനായി സങ്കല്പിച്ച മതമാണ്. സ്ത്രീകൾക്ക് അവിടെ എന്ത് സ്ഥാനമാണുള്ളത്, പൗരോഹിത്യമല്ലേ അവിടെ, എല്ലാം ശരിയാണ്. പക്ഷെ അതിനകത്ത് യേശുവിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന
ഒരു ഒരു സ്ത്രീകളെ ചേർത്ത് ഒരു സ്ത്രൈണഭാവമുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ആത്മീയത സ്ത്രൈണമാണ് എന്ന് വരുന്നത്. സ്ത്രൈണമല്ലാത്തതൊന്നും ആത്മീയമല്ല. അത് ആണിനും പെണ്ണിനും സാധിക്കാവുന്ന ഒന്നാണ്. നമുക്കറിയാം ശ്രീരാമകൃഷ്ണ പരമഹംസര് എങ്ങനെയാണ് തൻ്റെ ആത്മീയ നിർവൃത്തിക്കകത്ത് ഒരു സ്ത്രീയായി പരിണമിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന്. കാരണം സ്ത്രീയിൽ മാത്രമാണ് ഈ പ്രകൃതിയുടെ പുഷ്പിക്കുന്ന അവസ്ഥ കാണുന്നത്. എൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേര് തന്നെ ഞാൻ പാൽഞരമ്പ് എന്നാണ് ഇട്ടത്. സ്ത്രീയിൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണത്. കാരണം ഒരു കുഞ്ഞിനെ 9 മാസം ഉദരത്തിൽ കൊണ്ടു നടക്കാൻ, കാരണം ഒരു ജീവനെ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന അപൂർവമായൊരു സിദ്ധി പ്രപഞ്ചത്തിൽ സ്ത്രീ വർഗങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. കാരണം പ്രസവിച്ചു കഴിഞ്ഞ്, ഇപ്പോൾ പ്രസവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു ലേഖനം പണ്ട് മാതൃഭൂമിയിൽ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ്, മുലപ്പാലിൽ കുതിർന്ന ക്രിസ്മസ് രാത്രിയിൽ നിന്നാണ്. അപ്പോൾ ദൈവത്തെ ഒരു പെൺകുഞ്ഞായി സങ്കല്പിക്കുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ്, ഞാൻ സ്ത്രീയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ദൈവത്തെ സ്ത്രീയായിട്ടേ സങ്കല്പിക്കാൻ പറ്റുന്നുള്ളൂ. ആ സ്ത്രീ എന്ന് പറയുന്നത് മുടി വളർത്തി അല്ലെങ്കിൽ സാരി ഉടുത്ത് നടക്കുന്നു എന്നുള്ളതല്ല, മനസ്സുകൊണ്ട് ഒരു സ്ത്രൈണതയുള്ള ഒന്നിനെ മാത്രമേ എനിക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ കത്തോലിക്ക മതം പോലും ദൈവത്തെ അമ്മയും അപ്പനുമായിട്ട് സങ്കല്പിക്കുന്നതിലേക്ക് മാറിക്കഴിഞ്ഞു. പുതിയ വേദപാഠങ്ങളിലേക്കൊക്കെ ദൈവം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയുമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അന്ന് അങ്ങനെ പഠിപ്പിച്ചിരുന്നില്ല. എന്നാൽ പോലും ഈ പിതാവ് എന്ന് പറയുന്നതിന് ദൈവം ജീസസ് കൊടുത്തൊരു വലിയ അർത്ഥം ഉണ്ടായിരുന്നു, സ്നേഹമുള്ള പിതാവായിരുന്നു. അപ്പം അതിനു മുൻപ് പഴയ നിയമത്തിലുണ്ടായിരുന്ന കർക്കശക്കാരനായ, തെറ്റ് കണ്ട ശിക്ഷിക്കുന്ന ദൈവമല്ല, നിങ്ങളെ ധൂർത്തുപുത്രനെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണുള്ളത്. നിങ്ങളുടെ മക്കൾ ദുഷ്ടരായ നിങ്ങളോട് നിങ്ങളുടെ മക്കൾ വന്നിട്ട് മീനിനെ ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ പിടിച്ചു കൊടുക്കുമോ? വിശന്നിട്ട് അപ്പം ചോദിച്ചാൽ കല്ലെടുത്ത് കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ പിതാവ് എത്രയോ നല്ലവനാണ് എന്ന് പറഞ്ഞിട്ടാണ് ദൈവം സ്നേഹമുള്ള പിതാവാണ് എന്ന് യേശു പറയുന്നത്. അപ്പം ആ നിസ്സഹായതയിൽ നമുക്ക് ചേർത്ത് പിടിക്കാൻ എളുപ്പമുള്ള, എന്നേക്കാൾ നിസ്സഹായനായിട്ടുള്ള ഒരു ദൈവമാണ് എന്നോടൊപ്പം ഉള്ളത്. എൻ്റെ കവിതകളുടെ ആകെത്തുകയും അത് തന്നെയാണ്. കവിത വായിച്ചിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ ഇനി വായിക്കുമ്പോഴറിയാം, അത് അല്പം എങ്കിലും നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള ഏക വഴിയാണ് എഴുത്ത്. അത് കവിതയാണെങ്കിലും ഏതാണെങ്കിലും എന്ന് പറയും. കാരണം നമുക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. നീ എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് ഒരാൾ നമ്മളോട് മന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് എന്ന് പറയുന്നത്, കവിതയും. ഞാനിപ്പോൾ ടീച്ചർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ച ആ ഒരു എഴുത്തിൽ നിന്നുള്ളൊരു കാര്യം പെട്ടെന്ന് ഒന്നുകൂടി ഓർമ്മ പോകുന്നു. അതിൽ പത്രു എന്ന് പറയുന്നത് ഒരു ആട് തന്നെയാണ് അല്ലേ? പത്രു എന്നുള്ള പേരുള്ള അതിനകത്ത് പത്രു എന്നുള്ള പേര്. അതെ. അപ്പോൾ അതിൽ എങ്ങനെയാണ് ബൈബിൾ എഴുത്തിലേക്ക് നയിച്ച ബൈബിളിൻ്റെ ഭാഷ എങ്ങനെയാണ് ഏറ്റവും ഗ്രാമീണമായ തൻ്റെ ബാല്യകാല അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും എങ്ങനെ അതിനകത്തൊരു ശൈലിയായിട്ട് രൂപപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ അതിൽ ഇടയനായിട്ട് വരുന്നത് ഈ ഒരു ആട് തന്നെയാണ്. അതായത് ആട്ട് പറ്റങ്ങളെ അവർ മുകളിലേക്ക് മേയാൻ പോകുന്ന സമയത്ത് ആ പറ്റങ്ങൾ മറ്റ് അപകടങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ, ഇണചേരുന്ന സമയമാണെങ്കിൽ അത് മാറി ഇണചേരാതെ, ഇങ്ങനെയൊക്കെ രക്ഷാകർത്താവായിട്ടും കൂട്ടം തെറ്റിപ്പോകാതെ മറ്റ് ആടുകളെ കാക്കുന്ന ഇടയനായിട്ടുമൊക്കെയാണ് അതിൽ ആ ഒരു ആടും വരുന്നത് എന്ന് പെട്ടെന്നൊന്ന് ഓർത്തുപോയി. ടീച്ചർ പറഞ്ഞതിനകത്ത് കവിതയുടെ ഭാഷയെ സംബന്ധിച്ച ഒരു പരാമർശം കൂടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ ഒരു ധാരണ കൂടി ടീച്ചർ പങ്കുവെച്ചിരുന്നു. അതായത് എന്നെ സംബന്ധിച്ച് ഗദ്യമെന്നോ പദ്യമെന്നോ ഇല്ല, ഭാഷ മാത്രമാണ്, എഴുത്തു മാത്രമാണ് എന്നുള്ളൊരു കാര്യം. ഇപ്പം നമുക്കിനി കേൾക്കാനുള്ള കവികൾ നിഷയായാലും ഷീജയായാലും ഇതുപോലെ വ്യത്യസ്തമായ ഭാഷകൾ കൊണ്ട് കവിതയിൽ അടയാളപ്പെട്ടവരാണ്. ഇത് ടീച്ചറുടെ ഈ ഒരു കവിത ഗദ്യം പദ്യം എന്ന് പറയുന്ന ഒരു വേർതിരിവിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആ പരാമർശം കേട്ടപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയോ അതിന് മുമ്പത്തെ ആഴ്ചയോ വിഷുപ്പതിപ്പിൽ പുതിയ കുട്ടികളുടെ സാഹിത്യരചനാ മത്സരങ്ങളുടെ വിഷുപ്പതിപ്പിൽ വന്ന കവിതയെക്കുറിച്ചുള്ള ഒരു പരാമർശം, ഒരു വിമർശനം വായിക്കുകയുണ്ടായി. അപ്പം അതിൽ വന്നത് വിജയലക്ഷ്മി ഉൾപ്പെടെ ജഡ്ജിങ് പാനലിൽ ഉണ്ടായിരുന്ന ഒരു മലയാളത്തിൽ ഏറ്റവും ഇന്നും മുന്തിയതായിട്ട് കണക്കാക്കപ്പെടുന്ന യുവതലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹിത്യ മത്സരത്തിൽ ഇതിനൊക്കെയാണോ ഒന്നാം സമ്മാനം കൊടുത്തത് എന്നുള്ള മട്ടിൽ. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ മറന്നുപോയി. പക്ഷേ ഇതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ വിജയലക്ഷ്മി ഏറ്റവും താളാത്മകമായ ഏറ്റവും സുന്ദരമായ ഒരു പദ്യവഴക്കത്തിൽ
നമ്മൾ കവിതകൾ എഴുതി കണ്ടിട്ടുള്ള പാടിയിട്ടുള്ള വിജയലക്ഷ്മിയുടെ പോലും ഒരു നോട്ടത്തിൽ ഇങ്ങനെയുള്ള കവിതകളാണോ മലയാളത്തിലെ പുതുതലമുറ കവികളെ നമ്മൾ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനമൊക്കെ കൊടുത്ത് അവതരിപ്പിക്കേണ്ടത് എന്ന് പറയുന്നൊരു ഖേദം പ്രകടിപ്പിച്ചു. അതിന് വീണ്ടും പിന്തുണ നൽകിക്കൊണ്ട് വീണ്ടും വായനക്കാരുടെ കത്തുകളിലുമൊക്കെ വീണ്ടും വായിക്കുകയുണ്ടായി. അപ്പോൾ പോയട്രി എന്ന് പറയുന്ന മലയാളത്തിലെ കവികളായ എഴുത്തുകാരികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ചർച്ചയ്ക്കകത്താണ് ഞാനിത് കൂടുതലായിട്ട് കണ്ടത്. അപ്പോൾ അതിനെതിരെ കൂടുതലായിട്ടുള്ള സ്ത്രീ കവികളൊക്കെ രംഗത്ത് വന്നു. അങ്ങനെ ഒരു ചെറിയൊരു വിഷയം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിഷയ്ക്ക് എന്താണ് പറയാനുള്ളത്? നിഷ ഇപ്പം ഓൺലൈനിലൊക്കെ കവിതകൾ കേൾക്കുന്ന സമയത്ത് ഒക്കെ ഇതുപോലെ ആന്തരികമായൊരു താളം ഭാഷ വെറുതെ പറയുമ്പോൾ പോലും അതിനകത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കൂടുതലും ഗദ്യത്തിലാണ് എഴുതാറുള്ളത് അല്ലേ? ഇപ്പോൾ മാധ്യമത്തിൽ ഞാൻ എൻ്റെ കവിതകളും എത്രയോ വർഷങ്ങളായിട്ട് വെളിച്ചം കാണാറുള്ളത് മാധ്യമം ആഴ്ച പതിപ്പിലാണ്. അപ്പോൾ അതിൽ നിഷയുടെ കവിതകളും പലപ്പോൾ ഞങ്ങളുടെ ഒരേ ലക്കത്തിൽ തന്നെ വരുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഗദ്യ കവിത എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്ന ആ ഒരു രീതിയിൽ എഴുതുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്താണ് പറയാം സ്വന്തം എഴുത്തിനെക്കുറിച്ച്, ഈ പറയുന്ന ഭാഷാപരമായ വ്യത്യാസങ്ങളെക്കുറിച്ച്? എല്ലാവർക്കും നമസ്കാരം. ഗ്രാമികയിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം കവിത ചൊല്ലാനാണ് വന്നത്. ഇപ്രാവശ്യം കവിതയെപ്പറ്റി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. സന്ധ്യ ടീച്ചർ ഇവിടെ പറഞ്ഞ പോലെ കവിതയെപ്പറ്റി പറയുക എന്നുള്ളത് ഇച്ചിരി പാടാ. കവിത എഴുതാൻ അതിലും എളുപ്പമാണ്. രണ്ടാം ഊഴം എഴുതാൻ നേരത്ത് MP അദ്ദേഹത്തിന്റെ ആ മുഖവുരയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വ്യാസന്റെ അർത്ഥഗർഭങ്ങളായ മൗനങ്ങളിലാണ് ഞാൻ സ്വാതന്ത്ര്യം എടുത്തിട്ടുള്ളത് എന്ന് MP പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കവികളൊക്കെ ഈ ഡെലിബറേറ്റ് സൈലൻസിന്റെ ആളുകളാണ്. അതായത് അവർക്ക് അതിനുള്ളൊരു പോയറ്റിക് ലൈസൻസ് ഉണ്ട്. ഈ സൈലൻസ് എടുക്കാനുള്ള ഒരു ലൈസൻസ് അതിങ്ങനെ പല കുഴികളായിട്ട് ഈ കവിതകളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. നമ്മൾ വായിക്കുന്ന ആൾക്കാർ ആ കുഴിയിൽ അറിയാതെ വീണു പോകും. അപ്പൊ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ നേരത്തെ നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റിവിറ്റിയിലും പിന്നെ നമ്മുടെ ഒരു പോയറ്റിക് സെൻസ് ഉണ്ടല്ലോ, ഒരു റീഡിങ് സെൻസിബിലിറ്റി, അതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ഒരുപാട് അഭിപ്രായങ്ങൾ കവിതയെ പറ്റി വരും. അപ്പൊ തീർച്ചയായിട്ടും ആ അഭിപ്രായങ്ങൾ ചർച്ചയ്ക്ക് സംവാദങ്ങൾക്ക് ഒക്കെ വഴി തെളിക്കും. തീർച്ചയായും അത് തന്നെയാണെന്ന് തോന്നുന്നു, കവിതയുടെ ഈ സബ്ജക്റ്റിവിറ്റി തന്നെയാണെന്ന് തോന്നുന്നു കവിതയെ ഇത്ര ചർച്ചാഭരിതമാക്കുന്നത്, കവിതയുടെ മുഖം ചർച്ചാമുഖരിതമാക്കുന്നത്. ഇപ്പം ബിലു ടീച്ചർ ചോദിച്ച പോലെ തീർച്ചയായിട്ടും ഈ കവിതയിലെ ഗദ്യ കവിത അല്ലെങ്കിൽ പദ്യ കവിത എന്നുള്ളതല്ല, കവിത എഴുതുക എന്നുള്ളതും കവിതയിലൂടെ എങ്ങനെ ഒരു വ്യക്തി സ്വയം, റോസി ടീച്ചറൊക്കെ പറഞ്ഞ പോലെ ഒരു സന്തോഷമാണ് അല്ലെങ്കിൽ ഒരു കരുണയാണ്, കരുണാഭാവമാണ് കവിത എന്നൊക്കെ പറയുന്നത് പോലെ ആ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥ തന്നെയാണ് ഇതിനകത്തൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റിവിറ്റി അത് ബിൽ ടീച്ചർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഇപ്പം പണ്ട് ഒത്തിരി നാൾ മുമ്പൊക്കെ ലിറ്ററേച്ചർ പീരീഡുകളിലൊക്കെ നമ്മൾ T.S. എലിയറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവും, ഒരുപാട് അദ്ദേഹത്തെ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം കവി മാത്രമല്ല, അദ്ദേഹം സിദ്ധാന്തങ്ങൾ, കവിതാ സിദ്ധാന്തങ്ങളൊക്കെ എഴുതുന്നയാളാണ്. തിയറി ഓഫ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്, അങ്ങനെ ഒത്തിരി സിദ്ധാന്തങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അദ്ദേഹത്തിന്റെ വേസ്റ്റ് ലാൻഡ് വന്നപ്പം വളരെ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം പരീക്ഷണാത്മകമായി എഴുതിയൊരു കവിതാ ഗ്രന്ഥമാണ് വേസ്റ്റ് ലാൻഡ്. അതിനെപ്പറ്റി ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായി, ഒരുപാട് നല്ല അഭിപ്രായങ്ങളുണ്ടായി. പക്ഷേ വേസ്റ്റ് ലാൻഡിനെ വിമർശിക്കാൻ ആളുണ്ടായി. വേസ്റ്റ് ലാൻഡിനെ പറ്റി ഒരു ക്രിട്ടിക് പറഞ്ഞ വിമർശനം എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡ്രൈനെസ് എന്നാണ്. വേസ്റ്റ് ലാൻഡിനെ പറ്റി പറഞ്ഞത് ഇന്റലക്ച്വൽ ഡ്രൈനെസ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മുടെ വേർഡ്സ്വർത്തിനെ പറ്റി ആലോചിക്കും. വേർഡ്സ്വർത്ത് പറഞ്ഞിരിക്കുന്നത് ഇമോഷൻസ് റിക്കലക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി ആണ് കവിത എന്നാണ്. അപ്പം ഇന്റലക്ച്വൽ ഡ്രൈനെസ് എന്ന് പറയുന്ന ഒരു കാവ്യ പുസ്തകം നമുക്ക് എങ്ങനെ ആസ്വദിക്കാൻ പറ്റും? അതുപോലെ മറ്റൊരു ക്രിട്ടിക് വേസ്റ്റ് ലാൻഡിനെ പറ്റി പറഞ്ഞത് മെയ്ഡ് us റിട്ടേൺ ടു അവർ ക്ലാസ് റൂംസ് എന്നാണ്. അതായത് ക്ലാസ് റൂമുകളിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോയിരുന്നു വേസ്റ്റ് ലാൻഡ്. ഇത്രയും നിശിതമായ വിമർശനമൊക്കെ വാങ്ങിയതിനുള്ള കാരണം കവിതയുടെ സബ്ജക്റ്റിവിറ്റിയാണ്. ഈയിടെ ചുള്ളിക്കാടിന്റെ കവിത ബാധയല്ല തോട്ടി എന്ന കവിത മാതൃഭൂമിയിൽ വന്നു. ഒത്തിരി സോഷ്യൽ മീഡിയ വഴിയൊക്കെ വൈറലായി, ഒരുപാട് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടായി. അത് തന്നെ കവിതയുടെ സബ്ജക്റ്റിവിറ്റിയാണ്. തീർച്ചയായും കവിതയുടെ സബ്ജക്റ്റിവിറ്റിയാണ് കവിതയെ പറ്റിയുള്ള ഏറ്റവും പ്രധാന കാര്യം എന്ന് ഞാൻ
വിചാരിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. പക്ഷെ ഈ സബ്ജക്ടിവിറ്റിക്ക് ഒപ്പം തന്നെ ഒരു അണ്ടർലൈൻഡ് ആയിട്ടുള്ള ഒരു സിമിലാരിറ്റിയും ഉണ്ട്. അത് തന്നെയാണ് കവിതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഒരു പുസ്തകത്തിൽ, ഒരു സാഹിത്യ പുസ്തകമാണ്, ഞാൻ ഇംഗ്ലീഷ് ആണ് എൻ്റെ വിഷയം, അപ്പം അതുകൊണ്ട് മിക്കവാറും അത് പെട്ടെന്ന് അതായിരിക്കും വരിക. ഒരു സാഹിത്യ പുസ്തകത്തിൽ ജോൺ ഡ്രൈഡൻ എന്ന കവിയെ പറ്റി ആ പുസ്തകത്തിലെ വിദ്വാൻ എഴുതിയിരിക്കുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇഫ് വി മേ കൺസിഡർ ഫോർ എ മൊമെന്റ് ഓഫ് ലിറ്ററേച്ചർ ആസ് എ കനാൽ ഓഫ് വാട്ടർ, we may appreciate the figure that John Dryden is the log by which the waters of English poetry were led on from Shakespeare and Milton to the plain of Pope. എന്നാണ്. അതായത് ഡ്രൈഡനെ പറ്റി പറയാനായിട്ട് ഷേക്സ്പിയറിനെയും മറ്റൊരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഷേക്സ്പിയറിനെയും മിൽട്ടനെയും പോപ്പിനെയും ഉപയോഗിക്കുകയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും വിവിധ കാലഘട്ടത്തിൽ തന്നെ ഉള്ള കവികളിലെ കവിതാ രീതിയോടും അതിൻ്റെ അപ്രോച്ചിനോടുമുള്ള ഒരു സിമിലാരിറ്റി അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഹിന്ദി കവിതകളെ പറ്റി പറയുകയാണെങ്കിലും അങ്ങനെയാണ്. ഹിന്ദി കവിതയിൽ ഒരു നവീൻ എന്ന് പറയുന്ന ബാലകൃഷ്ണ ശർമ്മ നവീൻ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹം 19ാം നൂറ്റാണ്ടിലെ കവിയാണ്. അദ്ദേഹം ജൂഠേ പത്തെ മിക്കവാറും പേര് വായിച്ചിട്ടുണ്ടാവും. ആ കവിത ക്യാ ദേഖാ ഹെ തുമ്നെ നർകോ നർകെ ആകെ ഹാത്ത് ഫസാരെ, क्या देखे है तुमने उसकी आंखों में खारे फवारे, देखे हो फिर भी कहते हो कि तुम नहीं हो विप्लवकारी. ഇന്ന് ജൂഠാ പത്ത എന്ന് പറഞ്ഞാൽ എച്ചിലില്ല എന്നാണ്. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ അവസ്ഥയാണ് ജൂഠാ പത്ത ആ കവിതയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ പുതുകവി രാജശേഖർ, അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ കവിയാണ്. അദ്ദേഹം സിനിമകളിലൊക്കെ പാട്ട് എഴുതുന്നയാളാണ്. അദ്ദേഹത്തിന്റെ ഒന്നാം തരം കവിതകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കവിത ഇങ്ങനെയാണ്: എല്ലാം ശരിയാകും, എല്ലാം ശരിയാകും, അച്ഛൻ്റെ അനാരോഗ്യം, ജഹനാബാദിൽ 7 പേരെ കൊന്നത്, അന്ന് ഓഗസ്റ്റ് 12 നീ എന്നെ പെട്ടെന്ന് വിട്ടുപോയത്, എല്ലാം ശരിയാകും. ഏയ്, ഒന്നും ശരിയാവുകയില്ല, ഒന്നും ശരിയാവുകയില്ല. എന്നാൽ പാവപ്പെട്ടവരുടെ റേഡിയോയിൽ നിന്നും നാടൻ പാട്ട് കേൾക്കുമ്പോൾ, അമ്മ അടുക്കളയിൽ വേഗം കറിക്കൂട്ടൊരുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം ശരിയാകുമെന്ന്. ഇതാണ് അദ്ദേഹത്തിന്റെ കവിത. ഇത് തന്നെയാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് ബാലകൃഷ്ണ ശർമ്മ നവീൻ പറഞ്ഞിരിക്കുന്നത്. മാനവികതയാണ്, മനുഷ്യനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് വയലാർ അദ്ദേഹത്തിന്റെ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. മാത്രമല്ല അദ്ദേഹത്തിന്റെ വലിയ പ്രശസ്തമല്ലാത്തൊരു അമ്മയും ചോരക്കുഞ്ഞും എന്നൊരു കവിതയുണ്ട്. അതിൽ 4 പിഞ്ചു കുഞ്ഞിനെ നാണി വിറ്റതാണ് ഇന്നലെ, 6 നിന്റെ കുഞ്ഞിനെ ആര് വാങ്ങും ഈ ചന്തയിൽ. ഇതിലൊക്കെ പറയുന്നത് മാനവികതയാണ്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് വിവിധ സമയങ്ങളിൽ കവികൾ എഴുതുന്ന കാര്യം എങ്ങനെയാണ് ഈ ഒരേ സ്വരത്തിൽ വരുന്നത്. കവിതയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സബ്ജക്റ്റിവിറ്റിയും അതുപോലെ തന്നെ സിമിലാരിറ്റി രണ്ടിനെയും ഞാൻ മാനിക്കുകയാണ്. ഇനി അപ്പം ഞങ്ങൾ ഇവിടെ പെണ്ണുങ്ങളാണ് എല്ലാവരും. അപ്പം പെൺകവിതയെ പറ്റി പ്രത്യേകം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വിചാരം. എന്നാലും ഇത് ബേസിക്കലി ഒരു പുരുഷാധിപത്യ സമൂഹം തന്നെയാണ്. അപ്പം സ്ത്രീകൾ ഈ കവിത എഴുത്തിൽ അവർ നേടുന്ന സ്ട്രഗിളുകൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സ്ത്രീകൾ അനുഭവിച്ച കാര്യങ്ങൾ എഴുത്തിൽ അത് നമ്മൾ ഒത്തിരി വായിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട മാധവിക്കുട്ടി തന്നെ, കമലാ സുരയ്യ മാധവിക്കുട്ടി, ഏറ്റവും ജീവിതത്തിലും വ്യവഹാരത്തിലും എഴുത്തിലും സാഹിത്യത്തിലും ഒക്കെ ഏറ്റവും യുണീക്കായി ചിന്തിക്കുന്ന ഒരു എഴുത്തുകാരി. അവർക്ക് തപാലിൽ പട്ടിക്കാട്ടം അയച്ചു കൊടുത്ത ഒരു ടീമുകളാണ് നമ്മൾ. തപാലിൽ എൻ്റെ കഥ എന്ന പുസ്തകത്തിന് സമ്മാനമായി പട്ടിക്കാട്ടം തപാലിൽ അയച്ചു കൊടുത്ത ഒരു സാഹിത്യാസ്വാദക സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാധവിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യത്യസ്തയായ, വളരെ വൈൽഡർനെസ് ആണ്. അതൊക്കെ നമുക്കറിയാം. മാധവിക്കുട്ടിയൊക്കെ ഒരിക്കലൊരു കേട്ടിട്ടുണ്ട്. അതായത് വടക്കേ ഇന്ത്യയിലെ ഒരു കവി സമ്മേളനത്തിൽ പോയപ്പോൾ അവിടെ അജ്ഞേയ് എന്നൊരു കവിയുണ്ട്. സച്ചിദാനന്ദ ഹീരാനന്ദ വാത്സ്യായൻ അജ്ഞേയ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയും ആ കവി സമ്മേളനത്തിലുണ്ടായിരുന്നു. അപ്പം
ഭാര്യ പറഞ്ഞു അഗ്നിയുടെ വീട്ടിലേക്ക് ഇവരെ ക്ഷണിക്കുകയാണ്, മാധവിക്കുട്ടിയും ശ്രീ ചുള്ളിക്കാട് മാഷയും ക്ഷണിക്കുകയാണ്. ഇവരങ്ങോട്ട് ചെല്ലുമ്പം ഇത് വലിയൊരു മാളികയാണ്. അതിൽ അഗ്നിയെ അവസാനം ഉപയോഗിച്ച കണ്ണട, കസേര, ചെരുപ്പ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ പൊടിയൊക്കെ തുടച്ച് വളരെ വൃത്തിയായി സൂക്ഷിച്ചേക്കുവാണ്. അപ്പം വളരെ അഭിമാനത്തോടു കൂടി ഈ ശ്രദ്ധാ കൗൾ എന്ന് പറയുന്ന സ്ത്രീ, ശ്രദ്ധാ കൗൾ എന്നാണെന്ന് പേര് എനിക്ക് കൃത്യമായിട്ട്, അപ്പം അവർ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കണം. അവരും കവിയാണ്, അവർ മാധവിക്കുട്ടിയും ചുള്ളിക്കാട് മാഷിനെയും ഇതിങ്ങനെ കാണിച്ചു കൊടുക്കണം. അപ്പം മാധവിക്കുട്ടി ഒരു ചോദ്യം ഇവരുടെ നേരെ നോക്കി ചോദിച്ചു, Why are you living in this cemetery? Why are you keeping this cemetery here? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ശ്മശാനത്തിൽ ഇങ്ങനെ ജീവിക്കുന്നത് എന്നാണ് ഭാര്യയോട്, അഗ്നിയുടെ ഭാര്യയോട് ചോദിച്ചത്. അതാണ് മാധവിക്കുട്ടി. അത്തരം ഒരു വ്യക്തിത്വത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു വലിപ്പം ഒരു ഏകദേശം ഒരു മലയാളി സമൂഹത്തിന് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് മാധവിക്കുട്ടി. നമുക്കറിയാം ബ്രോണ്ടേ സിസ്റ്റേഴ്സ് ഒക്കെ യൂറോപ്പിൽ അവരൊക്കെ എഴുതി തുടങ്ങിയ സമയത്ത് അവരൊക്കെ ആൺനാമധേയത്തിലാണ് എഴുതി തുടങ്ങിയത്. ആൺനാമധേയത്തിൽ അതിനകത്ത് ഷാർലറ്റ് ബ്രോണ്ടിയുടെ ഉത്തറിംഗ് ഹൈറ്റ്സ് ഒക്കെ നമ്മുടെ ഒരു സ്ത്രീ എഴുതിയതാണ് എന്ന്. കാരണം ഒരു സ്ത്രീ എഴുതിയതാണെന്ന് താഴ്ത്തി പറയില്ല, എന്ന് തോന്നുകയേ ഇല്ല. അത്രയും ത്രില്ലർ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ ഉത്തറിംഗ് ഹൈറ്റ്സിലുണ്ട്. ഇതിനകത്ത് ഈ 3 ബ്രോണ്ടി സിസ്റ്റേഴ്സിൽ ഒരു സിസ്റ്റർ റോബർട്ട് സത്തി എന്ന് പറഞ്ഞൊരു കവിക്ക് 200ഓളം തന്റെ കവിതകൾ അയച്ചു കൊടുത്തു. അപ്പം സതി മറുപടി പറഞ്ഞു. മറുപടി ഇങ്ങനെയായിരുന്നു, ലിറ്ററേച്ചർ കനോട്ട് ബി കൺസിഡേർഡ് ആസ് ദ ബിസിനസ് ഓഫ് വുമൺ എന്നാണ്. അതായത് ഇത് സ്ത്രീകൾക്ക് പറ്റിയ പണിയല്ലെന്ന് റോബർട്ട് സതിയെ പോലുള്ള ഒരു മഹാനായ എഴുത്തുകാരനാണ് ഈ എമിലി ബ്രോണ്ടിക്ക് ഇങ്ങനെ ഒരു റിപ്ലൈ കൊടുത്തത്. അപ്പം തീർച്ചയായും അത്തരം ഒരു സാഹചര്യത്തിൽ, ഒരുപാട് പ്രതികൂല സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സ്ത്രീകൾ എഴുതുകയാണ്. 10 പുസ്തകങ്ങളൊക്കെ തിരഞ്ഞെടുത്താൽ അത് വിറ്റുവരവ് വന്ന പുസ്തകങ്ങൾ 2 രീതിയിൽ മലയാളം വാങ്ങുന്നത് വായിക്കുമോ എന്നുള്ളൊരു ചോദ്യവും അവിടെ പ്രസക്തമാണ്. വാങ്ങിച്ചതിലും വായനക്കാരുടെ വായനാഭിപ്രായങ്ങളിലും ഒക്കെ തന്നെ മുൻപന്തിയിൽ വന്ന ഒരു പുസ്തകമായിരുന്നു ഷീജയുടെ ശിഖണ്ഡിനി. അപ്പോൾ കവിത അങ്ങനെ ഒരു വായനയുടെ കണക്കെടുപ്പുകളിൽ വരിക. ഒപ്പം തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്ത ഒരുപാട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൂടി ഷീജയുടെ കവിതകൾ ഇപ്പോൾ പരാമർശിക്കപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഗദ്യ പദ്യ ചർച്ചകളിലൊക്കെ തന്നെ ആര്യാംബിക എസിന്റെ കവിതയും ഷീജയുടെ കവിതയുമാണ്. അങ്ങനെ ആര്യാംബികയും അറിയാമൽ മാതൃഭൂമിയിലൊക്കെ വരാറുണ്ട്. ഒരു കുളം എന്ന് പറയുന്ന ഒരു കവിതയ്ക്ക് ഒരുപാട് ഷെയർ ചെയ്തൊക്കെ വായിച്ച ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ മലയാള അധ്യാപിക എന്നുള്ള രീതിയിൽ ഞങ്ങളുടെയൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കുറേ അധികം അയച്ചു കിട്ടുന്ന കവിതകളിലൊക്കെ തന്നെ ഷീജയുടെ, കാരണം എന്തുകൊണ്ടോ നേരത്തെ പറഞ്ഞ പോലെ താളാത്മകമായ ഒരു കാവ്യ വഴികളിലേക്ക് ആരെങ്കിലും ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കുമ്പോൾ അതിന് വായനക്കാരുടെ ഭാഗത്തു നിന്നും വലുതായ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഷീജയുടെ പുസ്തകങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു ജനപ്രീതിയുടെ കാരണം എന്ന് തന്നെയാണ് നമുക്ക് കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഷീജയുടെ ഒരു ഇന്റർവ്യൂവിൽ അറിയാനിട വന്നിട്ടുണ്ട്, ഈ ഭൂമിയിലെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും ചലനമുണ്ടല്ലോ, കവിതയിലെ അല്ലെങ്കിൽ ഭാഷയിലെ ഈ ഒരു അനക്കത്തെ പ്രപഞ്ചവുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയിലെ തന്നെ താളവുമായിട്ട് അനക്കങ്ങളുമായിട്ടാണ് അതിൽ ഒരു അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ആശാന്റെ ചില കയ്യൊപ്പുകൾ ചുള്ളിക്കാട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ചില പ്രത്യേക പദച്ചേരുവകളെ യോജിപ്പിച്ചുകൊണ്ട് വളരെ സാധാരണമായ 2 മലയാള വാക്കുകളെ കൂട്ടിയോജിപ്പിച്ച് പുതിയ ഒരു സമസ്ത പദങ്ങളിലൂടെ മറ്റൊരു ഭാഷയെ കണ്ടെടുക്കുന്ന ഒരു രീതിയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു തലം കൂടി ഷീജയുടെ ഒരു എഴുത്തിൽ കാണാറുണ്ട്. അത് കേവലമായിട്ടുള്ള ഒരു ഭാഷയുടെ സൗന്ദര്യാത്മക പദ്യവഴക്കം മാത്രമല്ല, മറിച്ച് വൊക്കാബുലറിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അതിലെ പദങ്ങൾ ഇഴപിരിച്ച് നോക്കുമ്പോൾ ലിംഗ്വിസ്റ്റിക്കലി അതിനൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള വളരെ ഒരു ശ്രമം തന്നെ എന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്തൊരു ശ്രമമുണ്ട്, വെറുതെ അങ്ങ് പാട്ടുകവിത പോലെ അങ്ങ് വരികയല്ല, മറിച്ച് ഭാഷയിൽ നല്ല ഗംഭീരമായ കൈപ്പണി അതിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഒരു കവി എന്നുള്ള രീതിയിൽ എനിക്കും തോന്നിയിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഷീജയെ കേൾക്കാം. കവിത എന്താണെന്ന് ചോദിച്ചാൽ ഒരു 100,000 ഭാവനാത്മകമായ നിർവചനങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ സത്യസന്ധമായി ഏത് കവിയെ സംബന്ധിച്ചും ഉൾവിളിയോടുള്ള ഒരു പ്രതികരണം മാത്രമാണ് കവിത. അതെങ്ങനെ ആവിഷ്കരിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു കവിയുടെ ഭാഷ, അയാളുടെ ഭാവന, അയാളുടെ ആത്മീയത, അയാളുടെ ബുദ്ധിമണ്ഡലം, അയാൾ കടന്നുപോകുന്ന അനുഭവങ്ങൾ, അയാളുടെ ജീവിത ശൈലികൾ, രാഷ്ട്രീയം, ഇതെല്ലാം ബന്ധപ്പെട്ട് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ ഒരു കവിതയുടെ ഒരേ വിഷയം
100 കവികൾ എഴുതുമ്പോൾ 100 കവിതകളായി മാറും. ആശയം കവിയുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അയാളുടെ മനസ്സെങ്ങനെയാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ഏത് തരത്തിലാണോ ആ മനസ്സ് കവിതയുമായി ചേർന്ന് നിൽക്കുന്നത്, അതിനനുസരിച്ചാണ് കവിത അതിൻ്റെ ഭാവം സ്വീകരിക്കുക എന്ന് തോന്നും. ഹരിവംശറായ് ബച്ചൻ്റെ പ്രശസ്തമായ ഒരു കവിതയാണ് തീർ പർ കൈസേ റുക്കൂ. 2 തിരകൾ തമ്മിൽ സംസാരിക്കുകയാണ്. തീർ പർ കൈസേ റുക്കൂമേ ആജ് ലഹരോ മേ നിമന്ത്രൺ. 2 തിരകൾ തമ്മിൽ സംസാരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഈ തീരത്ത് മാത്രം നിൽക്കുക? എങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്? ദൂരക്കെ ഉസ് കൽപ്പന കെ പാസ് ജാനാ ചാത്താ ഹൂ. ദൂരത്ത് കാണുന്ന ഇത്തിരി വെളിച്ചത്തിന്റെ നേർക്ക് നീന്താൻ ആഗ്രഹിക്കുന്നു. കുച്ച് വിഭാ ഉസ് പാർ കെ ഇസ് പാർ ലാനാ ചാത്താ ഹൂ. നമ്മുടെ അബോധങ്ങളിൽ എവിടെയോ ഉള്ള ഒരു ഇത്തിരി വെളിച്ചത്തെ ഇപ്പുറത്തെത്തിക്കാൻ വേണ്ടി കൈയും കാലും ഇട്ട് അടിച്ചുള്ള ഒരു നീന്തലാണ് ശരിക്കും. ഒരു പീഡനവും അസ്വസ്ഥതയും അപാരമായ ഒരു ഇറിറ്റേഷനാണ് ശരിക്കും പറഞ്ഞ കവിത എന്ന് പറയുന്നത്. അതിൻ്റെ ആനന്ദാനുഭൂതിയും ബാക്കി കാര്യങ്ങളൊക്കെ വേറെയാണ്. തീവ്രമായ അസ്വസ്ഥതയാണ് കവിത എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു എഴുത്തിൻ്റെ വൈകാരിക മുഹൂർത്തങ്ങളിൽ ഒരിക്കലും ഒരു വ്യക്തിയും മലയാള ഭാഷയ്ക്ക് മികച്ച ഒരു നേട്ടം എൻ്റെ കവിത കൊണ്ടുണ്ടാകണം. ഇതങ്ങനെ ഒരു പുതിയ വഴി വെട്ടിയിരിക്കുന്നു, ഇതിലൂടെ എല്ലാവരും സഞ്ചരിക്കണം. ഭാഷയ്ക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ ഞാൻ നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ ഭാവനാപരമായി വലിയൊരു മാറ്റം ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ളത് ഒന്നുമല്ല. ആശയത്തെ എങ്ങനെ ഉള്ളിലിരിക്കുന്ന ഒരു അവ്യക്തതയെ എങ്ങനെ പ്രതിഫലിപ്പിക്കാം എന്നുള്ള ഒരു നെട്ടോട്ടം മാത്രമാണ് രചനയുടെ വേളയിൽ കവിത എന്ന് പറയുന്നത്. അതിനുശേഷം അപഗ്രഥിക്കപ്പെടുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ചുരുങ്ങിയ പക്ഷം എന്നെ സംബന്ധിച്ച് എൻ്റെ കൺസെപ്റ്റിൽ കവിത അത്രയേ ഉള്ളൂ. ഇതിൽ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. മാതൃഭൂമിയിലെ ഒരു കത്തിനെ പറ്റി പറഞ്ഞു. താളബദ്ധത അല്ലെങ്കിൽ ഗദ്യ കവിത, പദ്യ കവിത ഇതൊക്കെ ആവശ്യമായിട്ടുള്ള ഒന്നാണോ? ബിലു പറഞ്ഞത് തന്നെയാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. കാരണം വെച്ചാൽ എൻ്റെ ഹൃദയം ഇടിക്കുന്നതിന് ഒരു താളമുണ്ട്. അത് ഒരു ഇൻവോളണ്ടറി ആക്ഷനാണ്, എന്നാൽ നിയന്ത്രിതമായ ഒന്നല്ല. എൻ്റെ ശരീരത്തിൽ ഒരു സെർക്കാഡിയൻ വൃത്തം പ്രവർത്തിക്കുന്നത് എൻ്റെ അധീശതയിൽ ഉണ്ടാവുന്ന കാര്യമില്ല. പ്രപഞ്ചത്തിൽ എല്ലാത്തിനും താളമുണ്ട്, ഇല്ല? പ്രകൃതിക്കുണ്ട് അതിൻ്റെതായ താളം. കാറ്റ് വീശുന്നതും പുഴ ഒഴുകുന്നതും എന്തിന് ഇലകൾ ചലിക്കുന്നതിൽ പോലും അതിൻ്റെതായ ഒരു സ്വാഭാവിക താളം ഉണ്ട്. പ്രപഞ്ചത്തിലെ ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് ആ താളം എൻ്റെ ഉള്ളിലും ഉണ്ട് എന്നുള്ള അല്ലാതെ താളബദ്ധമായി എന്ന വാക്കിനോട് ഞാൻ യോജിക്കുന്നു. വൃദ്ധബദ്ധമായി അല്ലെങ്കിൽ ഛന്തോബദ്ധമായി എന്നുള്ള വാക്കുകളോട് എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ല. കാരണം ഈ 2 സാധനവും എനിക്ക് അറിയത്തില്ല. ഞാനൊരു ഭാഷാ വിദ്യാർത്ഥിനിയല്ല, ആയുർവേദ മെഡിക്കൽ ഓഫീസറായിട്ടാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ മലയാള പഠനം എന്ന് പറഞ്ഞാൽ വൊക്കാബുലറിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. അയ്യോ അറിയില്ല. ഞാൻ മലയാളം പഠിച്ചത് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് കാലത്ത് അമ്മമ്മ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് പഠിപ്പിച്ചത് മലയാളമാണ് ഇന്നും എൻ്റെ മലയാളം. അതിനുശേഷം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. മലയാളം സംസാരിക്കാൻ അവിടെ ഫൈൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രൊഫഷണൽ കോഴ്സിലേക്ക് 2 കൊല്ലം പ്രീ ഡിഗ്രി കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോയി. ആയുർവേദം പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സംസ്കൃതം പഠിക്കാൻ ഇടയായിട്ടുണ്ട്. ശ്ലോകമൊക്കെ ആണല്ലോ അതിന് വരുന്നത്. എന്നല്ലാതെ ഒരു സാഹിത്യ വിഷയം ഇന്നുവരെ പഠിക്കാൻ ഭാഗ്യമോ നിർഭാഗ്യമോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്കാഡമിക്കലായി കവിതയെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. സ്വാഭാവികമായി വരുന്ന ഒന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം താളബദ്ധത. ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടല്ല. എൻ്റെ കവിതയുടെ ശൈലി അതാണ്. അതെൻ്റെ കഴിവല്ല, അതെൻ്റെ കഴിവുകേടും അല്ല. ഇതാണ് ഈ ഗദ്യ പദ്യവാദത്തിൽ എനിക്ക് പറയാനുള്ളത്. പറമ്പിൽ പച്ചപ്പുല്ലിൻ പ്രാണനിൽ കൂത്താടുന്ന പശുക്കുട്ടിയും പാൽ വെളിച്ചവും വറ്റിപ്പോകെ എന്നുള്ള വരികൾ എഴുതിയ അതേ ചുള്ളിക്കാട് തന്നെയാണ് ഇപ്പോൾ തോട്ടിയിൽ. അപ്പോൾ കൊച്ചി നീരുവെച്ച് പൊങ്ങിയ കാലുകളോടെ കവച്ച് നിന്ന് ലോറൻസ് ചേട്ടനെ പെറ്റു, അമറിക്കൊണ്ട് ലോറൻസ് ചേട്ടനെ പെറ്റു എന്നെഴുതിയത്. അത് ചുള്ളിക്കാട് ഇപ്പോൾ നേരത്തെ നിഷയൊക്കെ ചൊല്ലിയതുപോലുള്ള ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പറച്ചിലിൻ്റെ ഒരു താളബോധത്തോടു കൂടി ആ വരികൾ കേൾക്കുമ്പോൾ നമുക്കിത് ഗദ്യമാണോ പദ്യമാണോ എന്നുള്ള വേർതിരിവുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ആ പെറ്റ ലോറൻസ് ചേട്ടൻ ഒരു വലിയ രാഷ്ട്രീയ പിറവിയായിട്ട്, ഒരു വലിയ ചരിത്രമായിട്ട്, കൊച്ചിയുടെയും കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ സംഘബോധത്തിൻ്റെയും ഒക്കെ അടിമ ജീവിതത്തിൽ നിന്ന് എങ്ങനെ തോട്ടിയുടെ മകനെന്ന് മാത്രം അവിടെ പറഞ്ഞിരുന്നതിൽ നിന്ന് എങ്ങനെയാണ് തോട്ടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ രാഷ്ട്രീയമായിട്ട് അടയാളപ്പെട്ടത്, അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ പ്രതീകമായി അടയാളപ്പെട്ടത് എന്നതിൻ്റെ മുഴുവൻ ചരിത്രവും ആ ഒരൊറ്റ വരിയിലൂടെ ധ്വനിപ്പിക്കാൻ അല്ലെങ്കിൽ കവിതയായിട്ട് തന്നെ പറയാൻ അവിടെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്.
എൻ്റെ കവിതയെക്കുറിച്ച് ഇനി കൂടുതലൊന്നും ഇതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്നറിയില്ല, ഈ ഒരു പ്രായത്തിലിരുന്നു കൊണ്ട് കവിതയെക്കുറിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കവിത എന്നെ സംബന്ധിച്ചിപ്പോൾ ഒരു എളുപ്പവഴിയാണെന്ന് തോന്നാറുണ്ട്. കാരണം ഗദ്യത്തിൽ നിന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് വാക്കുകൾ ചേർത്തുകൊണ്ട് എഴുതി വെക്കേണ്ട എന്തൊക്കെയോ ചില കാര്യങ്ങൾക്ക് പകരമായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത ഒരു എളുപ്പവഴിയാണോ എൻ്റെ കവിതയെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഒരു കവിത നമ്മുടെ പോക്കറ്റിലിട്ടുകൊണ്ട് ഒരു മാസം നമുക്കതിനെ നമ്മുടെ മനസ്സിലിട്ട് തന്നെ വേറെ പേറ്റുമുറിയൊന്നും വേണ്ട, നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുകയേ വേണ്ട. എല്ലാവർക്കും അത് അനുഭവം ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. അവസാനം ഇനുക്കുപണികളൊക്കെ ചെയ്ത് വരികളുടെ പണിക്കുറയൊക്കെ തീർത്ത് നമ്മുടെ മനസ്സിൽ തന്നെ ഏകദേശം ഒരു തച്ചുപണി തീർത്ത് മാത്രം നമുക്കത് വേണമെങ്കിൽ നമ്മുടെ മൊബൈലിലേക്കോ അല്ലെങ്കിൽ കടലാസിലേക്കോ ഒക്കെ പകർത്തിയാൽ, അതായത് രൂപപരമായിട്ട് കവിത എന്നെ സംബന്ധിച്ച് ഒരു എളുപ്പവഴിയാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് ഒരു പക്ഷേ കഥയിലാണ് എഴുതി തുടങ്ങിയത് ഞാൻ. ആ ഒരു വഴി കൂടി എൻ്റെ പിന്നിൽ അടഞ്ഞു കിടക്കുന്നത് കൊണ്ടായിരിക്കാം. ഇത് വളരെ വ്യക്തിപരമായിട്ടാണ് ഞാൻ പറയുന്നത്. കവിത എഴുതാനാണ് വലിയ ബുദ്ധിമുട്ട്. കവികളാണ് അപാരേ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി, കവിയാണ് എഴുത്തിൻ്റെ ലോകത്തിലെ പ്രജാപതി ചക്രവർത്തി എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ബിലു പത്മിനി നാരായണൻ എന്ന് പറയുന്ന കവി ആയിരുന്നില്ല ആദ്യം ഉണ്ടായത്. മറിച്ച് എൻ്റെ അച്ചടിച്ചു വന്നതും ആദ്യകാലത്ത് ക്യാമ്പസ് ലൈൻ്റെ അവാർഡ് മനോരമയുടെയും അതുപോലെ തന്നെ ഒക്കെ, പക്ഷെ മാതൃഭൂമിയുടെ വിഷുപ്പതിപ്പിൽ കവിതയ്ക്ക് സമ്മാനം കിട്ടിയതോടുകൂടിയാണെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കവി എന്നല്ല, പിന്നെ അതൊരു ഒരു കിരീടഭാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, പിന്നെ സംസ്ഥാനം. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, നമ്മളിങ്ങനെ പറയുന്ന രീതിയിൽ ഗദ്യം പദ്യം എന്നുള്ള വാക്ക് ഇങ്ങനെ കേട്ടു തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ കവിതയുടെ ഒരു കൈവഴി കുറച്ചൊക്കെ പോകുന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് എവിടെയോ എഴുത്തിൻ്റെ മറ്റൊരു ധാരയിലേക്ക് എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അപ്പോഴും ഷീജയും നിഷയും സന്ധ്യയും മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒക്കെ പറയുന്നത് പോലെ ഇത് ഗദ്യമാകുമോ പദ്യമാകുമോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നുമല്ലാത്ത ഭാഷയിൽ എനിക്ക് കുറേ കൂടി എന്തൊക്കെയോ പറഞ്ഞു വെക്കാനുണ്ട്. ഒരുപക്ഷെ അത് എഴുതി കഴിയുമ്പോൾ അതിനെ കവിതയെന്നാണോ കഥയെന്നാണോ നോവലെന്നാണോ പേരിട്ട് വിളിക്കേണ്ടതെന്നുള്ള ഒരു ആശയക്കുഴപ്പം എനിക്ക് തന്നെ തോന്നിത്തുടങ്ങുമാറ് ഒരു പുസ്തകം പലപ്പോഴും അല്ലെങ്കിൽ ഒരു എഴുത്ത് പലപ്പോഴും ഉള്ളിൽ തോന്നിയിട്ടുണ്ട്.